നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാൽമനെയാണ് കേട്ടോ. 2026 അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പൂരാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പൂരത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യൻ മെഡിക്കൽ ഹോമിയോപ്പതിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും എംബ്രാന്തിരി ക്ഷേമസഭയും കൂടി സംയുക്തമായിട്ട് പൂരത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായിട്ട് രോഗനിർണയ ക്യാമ്പും അതുപോലെ മരുന്ന് വിതരണവും നടക്കുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഹോമിയോപ്പതിയുടെ അത് ഞാൻ ജ്യോതിഷം ചെയ്യുന്ന ഈ പൂരപ്പറമ്പിന് അടുത്തുള്ള അവിടെ തന്നെയാണ് ഈ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ മുഴുവൻ ദിവസവും ഡോക്ടർമാരുടെ സേവനവും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. അപ്പോൾ പരമാവധി ക്ഷേത്രത്തില് പൂരത്തിന് വരുന്ന ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പിൽ വന്നിട്ട് അവർക്ക് രോഗനിർണയവും മരുന്ന് ഒക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. മെഡിക്കൽ അസോസിയേഷനും എംബ്രാന്തിരി ക്ഷേമസഭയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ സഹകരണത്തോടു കൂടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും ഇവിടെ അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഹോമിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മരുന്നുകളുടെ വളരെ കുറച്ച് മരുന്ന് അളവ് വളരെ ചുരുങ്ങിയ രീതിയിൽ കൊടുത്തുകൊണ്ട് രോഗിയുടെ രോഗം മാത്രമല്ലാതെ കണ്ട് രോഗിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരു ചികിത്സാ രീതി ആദ്യമായിട്ടും ആരംഭിക്കുന്ന സമയത്തും ഹോമിയോപ്പതിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ ഹോമിയോപ്പതി തന്നെ കുട്ടിക്കാലത്ത് തന്നെ കുട്ടിയുടെ ശരീരത്തിനോട് ഇടപഴകത്തക്ക രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയായിട്ടും ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളാണ് ഹോമിയോപ്പതിക്ക്. സൈഡ് എഫക്ട്സ് ഇല്ല, കുറഞ്ഞ അളവിലുള്ള മരുന്നുകളാണ്. അതേപോലെ തന്നെ അതായത് ആ രോഗീനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ സ്വയം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഈ മരുന്നുകളുടെ ഒരു ഗുണം ഞാനും അങ്ങനെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും നമ്മുടെ ജനങ്ങൾക്ക് അസുഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി സ്വയം വർദ്ധിപ്പിക്കാനുള്ള അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഞാൻ ഈ ഹോമിയോപ്പതി എന്നുള്ള സംവിധാനത്തിനെ ഞാൻ അറിയുന്നത്. അതേപോലെ തന്നെ എംബ്രാന്തിരി ക്ഷേമസഭ എന്ന് പറയുമ്പോൾ അതായത് ക്ഷേത്രങ്ങളിൽ പൂജ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്രാഹ്മണ വിഭാഗമാണ്. അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ സഹായത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് എംബ്രാന്തിരി ക്ഷേമസഭ. അപ്പൊ ഇത് രണ്ടും ഒരു യാദൃശ്ചികമായിട്ട് ഈ പൂരക്കാലത്ത് ഒത്തുചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൂരക്കാലത്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഈ സൗജന്യ മരുന്ന് വിതരണത്തിലൂടെ അവർക്കും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായിട്ടും ഹോമിയോപ്പതിയെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് അവരുടെ ചികിത്സാ രംഗത്ത് ഈ ഹോമിയോപ്പതിക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പൂരക്കാലത്തുള്ള ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. തിരുമാന്താംകുന്ന് പൂരത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനും എംബ്രാന്തിരി ക്ഷേമസഭയും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും
അതുപോലെ സൗജന്യ മരുന്ന് വിതരണവുമാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവീൺ തിരുമേനി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ IHMAയെ സംബന്ധിച്ചിടത്തോളം വിവിധ സൗജന്യ പ്രവർത്തനങ്ങളിൽ ആതുര ശുശ്രൂഷ രംഗത്ത് ഒരുപാട് സൗജന്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരത്തിന് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് IHMAയുടെ കൈത്താങ്ങായി പ്രവർത്തിക്കാൻ 25-ലധികം ഡോക്ടർമാർ ഓരോ ദിവസവും മൂന്നിലധികം ഡോക്ടർമാർ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നതാണ്. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഡോക്ടർമാർ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് സൗജന്യ സേവനം നൽകുന്നതായിരിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ നമ്മളോട് സഹകരിച്ച എമ്പ്രാന്തിരി ക്ഷേമസഭയെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ IHMA ജില്ലാ കമ്മിറ്റി, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ഫവാസ്, അതുപോലെ പെരിന്തമണ്ണ ചാപ്റ്റർ സെക്രട്ടറി ഡോക്ടർ ഫർഹാൻ, അതുപോലെ മുൻ IHMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷമീം, അതുപോലെ പെരിന്തമണ്ണ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് അംഗം അലിൻ ഷാമ ഡോക്ടർ, അതുപോലെ കൊണ്ടോട്ടി എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ സരിക എന്നിവർ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ നൽകുന്ന ഈ ഒരു സേവനം ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ മുറിവിനെ ഉണക്കാൻ സാധിക്കുന്ന വിധത്തിൽ സഹായകമാകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എമ്പ്രാന്തിരി ക്ഷേമ സഭയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ തിരുമേനി, IHMAയുടെ നിയുക്ത സ്റ്റേറ്റ് സെക്രട്ടറിയും ഈ ക്യാമ്പിന്റെ ചീഫ് കോർഡിനേറ്ററുമായ ഡോക്ടർ ഹരീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഫവാസ്, ചാപ്റ്റർ ഭാരവാഹികളായിട്ടുള്ള ഡോക്ടർ സരിക, ഡോക്ടർ ഫർഹാൻ, ഡോക്ടർ അനീഷ് ഷഹ്മ, ക്ഷേമസഭയുടെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ മിസ്റ്റർ രതീഷ്, കൃഷ്ണേട്ടൻ, ഇവർക്കെല്ലാവരും നമുക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാവിധ പിന്തുണ നൽകിയ എമ്പ്രാന്തിരി ക്ഷേമ സഭയ്ക്ക് എല്ലാവിധ നന്ദിയും സംഘടനയുടെ പേരിൽ ഞാൻ നേരുകയാണ്. IHMA കേരള ഘടകം നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം പൂരങ്ങൾ നടക്കുന്ന സമയത്തും മറ്റ് ക്രൗഡ് കൂടുന്ന പ്രത്യേക ഇവന്റ്സ് നടക്കുമ്പോഴും സൗജന്യമായിട്ടുള്ള ഒരു ക്യാമ്പ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ മിക്ക ആളുകളും ഹോമിയോപ്പതി കഴിക്കുന്ന ആളുകളായിരിക്കും. അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, അതോടൊപ്പം ഹോമിയോപ്പതിയെ കൂടുതൽ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്തരം ക്യാമ്പുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് നമ്മൾ തിരുനാവായ നടന്ന കുംഭമേളയിൽ ഏകദേശം 15 ദിവസത്തോളം സൗജന്യമായിട്ട് IHMAയുടെ ക്യാമ്പ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ സമസ്തയുടെ കാസർഗോഡ് നടത്ത ആ ഒരു സന്ദർഭത്തിലും ഏകദേശം 5 ദിവസത്തോളം നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയും ഇത്തരം ക്യാമ്പുകളുമായിട്ടും ഇത്തരം അതുപോലെ തന്നെ സൗജന്യ ക്ലിനിക്കുമായിട്ടും സംഘടന മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് എമ്പ്രാന്തിരി ക്ഷേമസഭ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 കോവിഡ് മഹാമാരി സമയത്ത് നമ്മൾ സൗജന്യമായിട്ട് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു, IHMAയുമായി സഹകരിച്ചിട്ട്, അല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം പരിപാടി നമുക്ക് ഒരുമിച്ച് നടത്തണം. ഇതിനെ സൗകര്യം ചെയ്തു തന്നിട്ടുള്ള എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ ഭാരവാഹികൾക്കും സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ തിരുമേനി, കൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ സ്പേസ് പ്രൊവൈഡ് രതീഷിനും ഇതിന്റെ ബിൽഡിംഗ് ഓണർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനെയൊരു പൂരാഘോഷത്തിന്റെ ഭാഗമായിട്ട് IHMAയും അതുപോലെ എമ്പ്രാന്തിരി ക്ഷേമസഭയും ചേർന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും IHMAയ്ക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നൽകിയ ക്ഷേമസഭയ്ക്കും അതുപോലെ
ഇവിടെ എത്തിച്ചേർന്നുള്ള പ്രിയ ഡോക്ടേഴ്സിനും അതുപോലെ നമ്മുടെ തിരുമേനി എല്ലാവർക്കും ഒറ്റവാക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്യാമ്പ് വലിയൊരു വിജയം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനും ഷമീം സാറും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കുറേ വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 വർഷത്തിന് മീതെ. അപ്പോൾ ഞങ്ങൾ എന്ത് കാര്യം സമൂഹത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഈ എബ്രാന്തി ക്ഷേമസഭയ്ക്ക് നമ്മളുടെ കോവിഡ് വന്ന സമയത്ത് ആസ്നിക്കാർഡോ അല്ലേ, ആ ഒരു മരുന്ന് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അന്ന് നമുക്ക് തന്ന് കുറേ ആളുകൾക്ക് നമ്മളത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷേമസഭയുടെ വഴിയായിട്ടും സൗഹൃദം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു നന്ദിയും കടപ്പാടും എനിക്കുണ്ട് അദ്ദേഹത്തോട്, ഹോമിയോപ്പതിയോട് പ്രത്യേകിച്ച്. ആദ്യം ആ മരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് വളരെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ എല്ലാവരും നമ്മളെ അംഗങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് അതിന്റെ വില മനസ്സിലാക്കിയിട്ട്, ഹോമിയോപ്പതിയുടെ വില മനസ്സിലാക്കി, ആ മരുന്നിന്റെ ഗുണം മനസ്സിലാക്കിയിട്ട് അത് മുഴുവനായിട്ടും അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഹോമിയോപ്പതി കുറെ കാലങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്നു ഡോക്ടേഴ്സിനെ. ഷമീം ഡോക്ടർ, അതുപോലെ വേറെ സതീഷ് ഡോക്ടർ ഉണ്ട് സുഹൃത്ത്. അപ്പൊ അവരൊക്കെ വഴി എൻ്റെ മോന് ഞങ്ങൾക്കൊക്കെ നല്ല ഒരു ഗുണം കിട്ടുന്ന ഒരു മേഖലയാണ് ഹോമിയോപ്പതി. അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഈ ഒരു പൂരം വരുന്ന സമയത്ത് ഈ ഒരു 2 ആഴ്ച മുമ്പ് എന്നോട് ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ സ്പേസ് ഇവിടെ ഉണ്ട്, സാറിന് എവിടെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നും ആലോചിക്കാനായിട്ട് വന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഹോമിയോപ്പതിയും അതുപോലെ തന്നെ ക്ഷേമസഭയും കൂടി സഹകരിച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറായി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പൂരക്കാലം മുഴുവൻ ഞങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഇവിടെ നിങ്ങളുടെ ആ കൺസൾട്ടേഷൻ, നിങ്ങളുടെ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്ന് ചെയ്തു തരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.